രണ്ടാം പിണറായി സർക്കാർ നേരിടാൻ പോകുന്ന ഒരുപക്ഷെ അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അവിടുത്തെ രാഷ്ട്രീയം ഒരുപക്ഷെ ചില കാരണങ്ങളാൽ മറിയുമോ എന്നാണ് അറിയേണ്ടത്. CPM-ന് അഭിമാന പോരാട്ടമാണ്. അതുപോലെ തന്നെ UDF-നല്ല, അൻവറിന് അഭിമാന പോരാട്ടവുമാണ്. അപ്പോൾ ഇതിനിടയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയം ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് പാർട്ടികൾക്ക്, CPM-ന്, കോൺഗ്രസിന്, അൻവർ എന്ന വ്യക്തിക്ക് ഒക്കെ അഭിമാന പോരാട്ടം തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന മിക്ക ഉപതെരഞ്ഞെടുപ്പുകളിലും, അത് തൃക്കാക്കര ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പുതുപ്പള്ളി ആയിക്കൊള്ളട്ടെ, അതുപോലെ പാലക്കാട്, ചേലക്കര എന്ന് പറയുമ്പോൾ CPM-ന്റെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാനായി. അപ്പം നേട്ടം UDF-ന് തന്നെയാണ് കളക്റ്റീവ്ലി ടേക്കൺ. അങ്ങനെയെങ്കിൽ ആ മൊമെൻറ്റം റീറ്റെയിൻ ചെയ്യുന്നു എങ്കിൽ UDF-ന് പ്രതീക്ഷയുള്ള മണ്ഡലമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്ന് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ഉറപ്പായും UDF വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലം. മലപ്പുറം ജില്ലയുടെ ഒരു ഭൂമിശാസ്ത്രത്തിൽ ഏറ്റവും കിഴക്ക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സാമാന്യം വലിപ്പമുള്ള മലയോര മേഖലകളാണ്, കുടിയേറ്റ മേഖലയുമാണ്. ക്രൈസ്തവ കുടിയേറ്റമുണ്ട്. 8% ആ മണ്ഡലത്തിലെ ജനസംഖ്യ ക്രിസ്ത്യാനികളാണ്. 50% ഇസ്ലാമിക വോട്ടേഴ്സുള്ള ഒരു ജില്ല. കേവലം 40%-ഓടടുപ്പിച്ചാണ് ഹൈന്ദവ വോട്ടേഴ്സ്. അതുകൊണ്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്ന ഒരു സ്വാഭാവിക ചിന്ത, അതല്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ ഇന്നാളത്ത് വരെ എൻ്റെ ഓർമ്മയിൽ മുസ്ലിം ഇതര സ്ഥാനാർത്ഥി TK ഹംസയാണ് ഏറ്റവും അവസാനം ജയിച്ച CPM-ന്റെ കാൻഡിഡേറ്റ്. അത് ഒരു സ്വതന്ത്ര കോൺഗ്രസിൽ നിന്നും കടന്നു വന്ന് CPM-ലെത്തി അങ്ങനെ മത്സരം ജയിച്ചതാണ്. പക്ഷേ 1987 മുതൽ ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു പോക്കറ്റ് ബെറോ, ഒരു ഫീഫ്ഡം എന്ന നില 6 തെരഞ്ഞെടുപ്പാണ് തുടർച്ചയായി ആര്യാടൻ ജയിച്ചു വന്നത്. ആ തേരോട്ടം അവസാനിക്കുന്നത് ആര്യാടൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും മകൻ ആര്യാടൻ ഷൗക്കത്ത് 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തപ്പോഴാണ്. ഇവിടെ പരാജയമായിരുന്നു. ഏതാണ്ട് 11,000 വോട്ടിനാണ് അൻവർ എന്ന തരതമേന പുതുമുഖ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നാൽ ഗതി പിടിക്കില്ല എന്ന വിശ്വാസത്തിൽ CPM-ലേക്ക്, അല്ലെങ്കിൽ CPM-ന്റെ അനുഭാവിയായി വരികയാണ് സ്വതന്ത്ര വേഷത്തിൽ. അപ്പോൾ സ്വതന്ത്ര വേഷത്തിൽ 2 പ്രാവശ്യം അൻവറിനെ വിജയിപ്പിച്ചെടുക്കാൻ CPM-ന് കഴിഞ്ഞു. രണ്ടാം തവണ ഭൂരിപക്ഷം 2700 വോട്ടായി കുറഞ്ഞു. അപ്പം ഇവിടെ ഉയരുന്ന ചോദ്യം, അൻവറിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്ക്? CPM-നാണ് എന്ന് CPM ആണയിട്ട് പറയുന്നു, ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ്. അൻവർ പറയുന്നു, അല്ല, ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുത്തു മത്സരിപ്പിക്കുന്നു എങ്കിൽ എനിക്ക് സ്വന്തമായി കൊണ്ടുവരാനുള്ള വോട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി CPM പാർട്ടി കാർഡ് ഹോൾഡർ മത്സരിച്ചാൽ മതിയല്ലോ, എൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. പക്ഷേ ഇത് രണ്ടിലും സത്യമുണ്ട്. CPM-ന്റെ വോട്ടുണ്ട്, LDF-ന്റെ വോട്ടുണ്ട്, അൻവർ തന്നെ കൊണ്ടുവന്ന വോട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അൻവറിന് പിടിച്ചെടുത്ത വോട്ടുകളുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. അൻവർ ഒരു ഫാക്ടറായി തുടരുമോ എന്നതാണ് ചോദ്യം. അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി, തൃണമൂലിലേക്കുള്ള അൻവറിൻ്റെ പ്രവേശം, തൃണമൂൽ, കോൺഗ്രസ്, UDF-ന്റെ ഭാഗമായിട്ടില്ല. അൻവർ ഇല്ലത്തൊന്നും തിരിച്ചു അമ്മാർത്ത് തൊട്ട് എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തൃശങ്കുവിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന അൻവറിന് ഒരിടത്ത് പർദീസയിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ UDF കനിയണം. ഇവിടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള ദൗത്യം അൻവറിനാണ്. പരാജയപ്പെടാൻ അതിനർത്ഥം എന്താ? അൻവറിൻ്റെ ക്ലൗട്ട് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. അന്നോട് പിന്നെ വിലപേശ ശക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അത് തൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് മേനി നടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന ആഗ്രഹം അൻവറിനുണ്ട്. അതുകൊണ്ടാണ് മുൻകൂട്ടി തന്നെ പരസ്യ പ്രസ്താവന രൂപത്തിൽ PS ജോയിയുടെ പേര്, DCC പ്രസിഡൻ്റാണ്, യുവ നേതാവാണ്, കോൺഗ്രസ്സുകാർക്ക് സ്വീകാര്യനായ മുഖമാണ്. പക്ഷേ അത് പറയേണ്ടത് അൻവറല്ല, അത് പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. ആര്യാടൻ ഷൗക്കത്തിനൊരു ക്ലെയിമുണ്ട്, അദ്ദേഹം മുൻപ് നിന്ന് പരാജയപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് 6 പ്രാവശ്യം MLA ആയ മണ്ഡലവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. ഫാമിലി ആര്യാടൻ മുഹമ്മദിൻ്റെ ഫാമിലി തീർച്ചയായും അവിടെ പ്രിയങ്കര. ആര്യാടൻ മുഹമ്മദ് പലപ്പോഴും മുസ്ലിം ലീഗിനോട് പോലും മുട്ടം വെട്ടി നിന്നുകൊണ്ടാണ്, ഒരു മതേതര സ്വഭാവമുള്ള ഒരു മുസ്ലിം കോൺഗ്രസ് നേതാവായിരുന്നു. അതുകൊണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ ചില രീതികളോട് ആര്യാടൻ മുഹമ്മദിന് അത്ര യോജിപ്പില്ലായിരുന്നു. പക്ഷെ ജയിച്ചു വന്നു. ഇപ്രാവശ്യം ആര്യാടൻ ഷൗക്കത്തിനോട് മുസ്ലിം ലീഗിന് യാതൊരു വിരോധവുമില്ല എന്നതാണ് അവരുടെ ഭാഷ്യം. അതായത് കോൺഗ്രസ് പാർട്ടി ഏത് സ്ഥാനാർത്ഥിയെ സജസ്റ്റ് ചെയ്താലും
ഞങ്ങൾ അകമഴിഞ്ഞ് പിന്തുണയ്ക്കും. കോൺഗ്രസിൻ്റെ കോർട്ടിലാണ് പന്ത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ആദ്യം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. അവസാന നിമിഷം 11 മണി നേരത്ത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്തിന് തൊട്ട് മുൻപാണ് നാടകീയമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പിലെങ്കിലും പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ച് പ്രചരണത്തിലേക്ക് നീങ്ങുന്ന UDF മെത്തഡ് ഇപ്രാവശ്യം ആവർത്തിക്കാനാണ് സാധ്യത. പക്ഷേ ഈ നിലമ്പൂർ മണ്ഡലം ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള മണ്ഡലമാണ്. 50%. 20% ക്രൈസ്തവ, 8%, ഇതിനോട് അടുപ്പിച്ച് കുടിയേറ്റ മേഖലയിൽ കൂടുതലും. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പിണറായി വിജയൻ ഒരു മുസ്ലിം വിരുദ്ധതയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിലമ്പൂർ UDF അനുകൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യമല്ലേ? ഈ മുസ്ലിം വോട്ട്, വഖഫ് വിഷയം ഉരച്ചു നോക്കുന്ന, അല്ലെങ്കിൽ വഖഫിൽ മുസ്ലിം ജനതയുടെ മനസ്സെങ്ങോട്ട്, UDF അനുകൂലമോ LDF അനുകൂലമോ, ഒരിക്കലും BJP അനുകൂലമാവില്ലല്ലോ. അതുകൊണ്ട് UDF ആണോ LDF ആണോ ഈ വഖഫ് പ്രതിഷേധത്തിൻ്റെ ഏറ്റവും അധികം രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്നത് എന്നത് തിരിച്ചറിയാനുള്ള ഒരു ഏർലി അവസരം കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു 5% വോട്ട് ഷെയറേ ഉള്ളായിരുന്നു മുൻകാലങ്ങളിൽ. അത് 10% വരെ ആക്കി നിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അതിന് മുകളിലേക്ക് പോകാൻ ആവുന്ന ഒരു നിലയിലാണ് എങ്കിൽ BJPക്കും ജൈവികമായ ഒരു വളർച്ച ഉണ്ടെന്ന് പറയാം. അതിന് മുനമ്പം അത് ആ വിഷയത്തിൻ്റെ ഒരു കുന്തമുനയായി നിൽക്കുന്നു. അതുമാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന, അത് എത്രത്തോളം അനുരണങ്ങളാണ് വിവിധ പാർട്ടികൾക്ക് ചെലുത്താൻ പോകുന്നത്. ഇത് പല രീതിയിലും മുറിയുന്നൊരു വാളാണ് വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ജില്ല ഏതാണ്ട് ഒരു സംസ്ഥാനമാണ്, ഒരു രാജ്യം തന്നെയാണ് എന്ന മട്ടിൽ പറയുമ്പോൾ, മറ്റ് വിഭാഗങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലാണോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ അതിന് പ്രയോജനം തൻ്റെ മകൻ പ്രതിദാനം ചെയ്യുന്ന NDA മുന്നണിക്കാണോ, അതോ താൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, അദൃശ്യമായി സപ്പോർട്ട് ചെയ്യുന്ന LDFനാണോ എന്നത് ചിന്താ വിഷയമാണ്. അതുകൊണ്ട് തന്നെ UDFന് ഒരു മുസ്ലിം കൺസോളിഡേഷൻ അവിടെ ഉണ്ടാകുമെങ്കിൽ പാട്ടും പാടി ജയിക്കാവുന്നൊരു അന്തരീക്ഷം ഉണ്ടാകും. അങ്ങനെയല്ല, മുസ്ലിം വോട്ട് ചിതറിപ്പോവുകയാണ്, LDFനും UDFനുമായി ചിതറിപ്പോവുകയാണ് എങ്കിൽ ശക്തമായ മത്സരം പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഹൈന്ദവ വോട്ട് BJP എത്ര പിടിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ആത്യന്തികമായ വിജയപരാജയങ്ങൾ. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പോലും പൂർണ്ണമായി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ UDFന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിന് UDFൻ്റെ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു സരിനായി ആര്യാടൻ മുഹമ്മദ് മാറുമോ? പാലക്കാട് സരിനെ ഇടതുപക്ഷം അവസാനം കോൺഗ്രസിൽ നിന്നും സീറ്റ് ലഭിക്കാതെ വന്നപ്പോൾ ഫീൽഡ് ചെയ്തതുപോലെ ആര്യാടൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ ഇടതുപക്ഷ മുന്നണി തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കുമോ? അതോ ഒരു മുസ്ലിം ഫേസ് കൂടിയായ, കളിക്കാരൻ കൂടിയായ, ഫുട്ബോളറായ ഷറഫ് അലിയെ കൊണ്ടുവരും? ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ മതമുണ്ട്, ഫുട്ബോൾ ഭ്രാന്തുണ്ട്, പ്രായോഗിക രാഷ്ട്രീയമുണ്ട്, അടവ് നയമുണ്ട്. ഇതെല്ലാം CPM പയറ്റേണ്ടി വരും. കാരണം സ്വാഭാവികമായി CPMന് ഒരു മേൽക്കൈ ഉണ്ടെന്ന് പറയാനാവാത്തൊരു മണ്ഡലമാണ്. CPM ഈ അണിയറയിലെ ഒരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരസ്യമായി തുടങ്ങിയിട്ടില്ല. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നത് നോക്കിയതിന് ശേഷമാണ് LDFന്റെ അത് ഈ പറഞ്ഞതുപോലെ മറ്റൊരു സരിനെ കിട്ടുമോ എന്നുള്ളതും CPM നോക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു സരിൻ പരീക്ഷണം അമ്പേ പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മകൾ CPMനെ വേട്ടയാടുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു പരീക്ഷണം ഒരു പക്ഷേ വേണ്ട എന്ന് വെക്കുകയും കുറച്ചുകൂടി പ്രായോഗിക രാഷ്ട്രീയം, ഇപ്പം മമതാ ബാനർജിയുടെ രാഷ്ട്രീയത്തിൽ നോക്കൂ, യൂസഫ് പത്താനെ കൊണ്ടുപോയി ബഹ്റാംപൂരിൽ മത്സരിപ്പിക്കുകയാണ്. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ കുത്തക സീറ്റിൽ അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ മത്സരിപ്പിക്കുകയാണ്. അതുപോലൊരു സാഹസത്തിന് CPM ഇവിടെ മുതിരുമോ? അതുകൊണ്ടാണ് ഷറഫ് അലിയുടെ പേര് വരുന്നത്. ഷറഫ് അലി ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പേരുകൾ വരുന്നത് പ്രായോഗിക രാഷ്ട്രീയമാണിത്. അതുകൊണ്ട് സ്വതന്ത്ര വേഷത്തിലെ ഒരു സ്ഥാനാർത്ഥി ആവും അവിടെ മത്സരിക്കുന്നത് എന്നത് ഏതാണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അരിപ്പാൾ ചുറ്റിക ചിഹ്നം നക്ഷത്രം ചിഹ്നത്തിലാവുമോ അതോ സ്വതന്ത്ര ചിഹ്നത്തിലാവുമോ? എങ്കിലും CPMന് അവിടെ ഒരുപക്ഷെ തലയെടുപ്പുള്ള ഒരു നേതാവ് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അത് നേർച്ച കൊടുക്കാൻ പറ്റാത്ത ഒരു നേതാവാണ്.
ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പോൾ ഇനി ഭാവിയിലെ മറ്റൊരു ഭരണത്തിൻ്റെ മറ്റൊരു വിലയിരുത്തൽ കൂടിയായി മാറുമോ എന്നും കൂടിയുണ്ട്. ഭരണത്തിന്റെ വിലയിരുത്തലാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാവുമോ എന്നതാണ് ചോദ്യം. അതെ. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ പല തെരഞ്ഞെടുപ്പുകളിലും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാണ്, ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ തലയിൽ കൊണ്ടുപോയി നടന്നോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവ് അത് പറയാൻ സാധ്യതയുണ്ട്. കാരണം അത് അവരുടെ സീറ്റല്ല, ഭരണപക്ഷത്തു നിന്നും പിടിച്ചെടുക്കേണ്ട സീറ്റാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഇത് പറയാം. ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് ആർക്കെങ്കിലും പറയാനാവുമോ? അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുന്നു. 1 വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമല്ല, കൃത്യമായ ഒരു സെമിഫൈനൽ തന്നെയാണ്. അതുകൊണ്ട് ഉരച്ചു നോക്കാനുള്ള ഇനിയൊരു അവസരമില്ല, ഇനിയൊരു അംഗത്തിനുള്ള അവസരമില്ല. അതുകൊണ്ടാണ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.